എടാ നിനക്ക് വേണോ വേണ്ടായോ അത് മാത്രം പറ. ഡാഡി ഇതൊരു അബ്യൂസ് ആയി പോയിട്ടോ എനിക്ക്. ഡാഡി ഇതുപോലെ ഒരു കച്ചറ കുടുംബത്തോട്ട് വന്ന് കേറി കടവാവലേലില്ലേ അവളെ ഈ കടലിൽ തള്ളിയിട്ട് നമുക്ക് വണ്ടി എടുത്ത് മാസമായിട്ട് പോവാം. ഞാൻ ഭാര്യപ്പറക്കിട്ടിരിക്കും എല്ലാത്തിനും ഇവിടെ ഇട്ട് കാര്യമായിട്ട് ഞാൻ കാര്യം പറയാം. എന്റെ ചെറുക്കന്മാരെ എല്ലാം പറഞ്ഞുണ്ടല്ലോ ഒറ്റ ചോദ്യം നിനക്ക് ഇവിടെ വേണോ? അടിച്ച് റെഡിയാക്കി നിനക്ക് ചന്ദ്ര നിനക്ക് ഇവിടെ വേണോ? എന്താണ് നിനക്ക് ഇവിടെ വേണോ? ഉത്തരം ആലോചിക്കുന്നില്ല ചന്ദ്ര. പേരൊന്നുമല്ലല്ലോ ചോദിച്ചേ. ഇവൾക്ക് ഇവനെ വേണോന്നാ ചോദിച്ചേ. ചന്ദ്ര വേട്ടയ്ക്ക് വേണ്ടെന്ന് പറ. നമുക്കെന്തിനാ വേറെ പെണ്ണേരില്ല. ചന്ദ്ര വേട്ടയ്ക്ക് വേണ്ടെന്ന് പറ. വിളിച്ചിടിക്കും ഞാൻ ഇവിടെ ഇട്ട്. എടാ ഒന്ന് പറയ ചന്ദ്ര. വേണോ വേണ്ടായോ അത് മാത്രം പറ. ചന്ദ്ര വേട്ടയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞേക്ക്. വേണം. അപ്പൊ അലീനെ നിനക്ക് എൻഗേജ്മെന്റ് നടത്ത ഓക്കെ ആണോ? മോക്ക് സമ്മതല്ലേ? നമ്മുടെ കുടുംബ എലി നിനക്ക് എന്നെ കെട്ടാൻ പറ്റാത്ത ഫ്രസ്ട്രേഷൻ ഈ ഒരു മൊമെന്റ് തീർക്കരുത്. അതിവിടെ തീർക്കാൻ പറ്റിയ സിറ്റുവേഷൻ അല്ലേ ഇത്. വേറൊരു കാര്യം സംസാരിക്കും പ്ലീസ്. ഞാൻ ഇനി എന്റെ ഭാഷയും സംസാരമൊക്കെ മാറും ഞാൻ കേട്ടാ. പെണ്ണുമ്പിള്ളേ നിങ്ങൾ കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ കുടുംബ വീടാണോ? ഇത് അവതാ സിനിമയിൽ ഇറങ്ങി വന്ന കുറെ കോക്കാച്ചികളുടെ അടക്കത്തൊരു കുടുംബവും നമുക്ക് വീട്ടിൽ പോകണേ. ഇത് എന്തുവാ ഇത്? ഭയങ്കര മോശമാണ്. എന്റെ പൊന്ന് ഡാഡി ഞങ്ങൾ ഇത് സോൾവ് ചെയ്യാനല്ലേ നോക്കുന്നത്. സംസാരമാണ് ഡാഡി എന്ന് വിളിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും മോശം സംസാരിച്ചോ? നിങ്ങൾ ഞാനും മോനെ തന്നെ വിളിച്ചോണ്ടിരിക്കുന്ന മോൻ പറ മോന്റെ തീരുമാനം എന്താ? എന്റെ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വർഷം ചന്ദ്ര ഞാൻ ഒന്നുകൂടെ പറയാം. സംസാരങ്ങൾ ക്ലിയർ ആവണം. നീ ഇത് നിനക്ക് വേണോ വേണ്ടായോ? ഒരു വർഷം പറ്റത്തില്ല ചന്ദ്ര. ഒരു വർഷം ഒരാഴ്ചയിൽ എൻഗേജ്മെന്റ്. ഇപ്പൊ നീ പ്രിപ്പയർ ആണോ? ഞാനും പ്രിപ്പയർ അല്ല. എടാ ഈ കൂട്ടത്തിൽ ബുദ്ധിയുള്ളതും ബോധമുള്ളതും എനിക്ക് നിനക്ക് മാത്രമുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് എല്ലാത്തിനും വട്ടാണ്. നിങ്ങൾക്കെല്ലാം നമ്മളെ വിളിച്ച ആൾക്കാരെയും വിളിച്ചിട്ട് വരുത്തി നമ്മളെ കണ്ടിട്ട് എന്റെ പൊന്നെ പെണ്ണുമ്പളെ ആ പർപ്പിൾ സാരി ഇട്ടു നിങ്ങൾക്ക് അങ്ങ് ഇളക്കമായിരുന്നല്ലോ ഇങ്ങോട്ട് വാ വാ വാന്ന് വിളിച്ചോണ്ട് വരാൻ. അപ്പൊ ടീസി അല്ല അതെന്തിയാ മറ്റേ പെണ്ണുമ്പളെ എന്തിയാ ഇപ്പഴത്തേക്കുന്നു സ്ഥലവും പറയുന്നത്. പറഞ്ഞോട്ട് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം നമ്മളെ. ഡാഡി ഇതൊരു അബ്യൂസ് ആയി പോയിട്ടോ എനിക്ക്. ഡാഡി ഇങ്ങനെ അബ്യൂസ് ഈ ഇടയ്ക്ക് എനിക്ക് ജീവിതത്തിൽ പറഞ്ഞതാണല്ലോ. കുടുംബക്കാരിൽ ഇത് ഞാനും അലീന എന്റെ അലീനയുടെ പേഴ്സണൽ തീരുമാനം. നിങ്ങളിപ്പോ കല്യാണം ആയിക്കട്ടെ. ഞങ്ങളിപ്പോ ഇതാണ് പറഞ്ഞത്. ഈ കുടുംബം ഈ പെണ്ണുമ്പിള്ള കുടുംബത്തിലോട്ട് പെണ്ണ് വേണ്ടാന്ന് ഇങ്ങനെ 1000 വട്ടം വാസുവിന്റെ അടുത്ത് പറഞ്ഞതാ. ഇവളൊക്കെ ഉള്ള കുടുംബത്തിലോട്ട് വന്ന് കേറി വേണ്ടാന്ന്. ഞാനൊരു കാര്യം പറയട്ടെ. ഇവളിവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഡാഡി ചോദിക്കാണ് ഞങ്ങൾ ഇങ്ങനെ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താ നിങ്ങളുടെ തീരുമാനം? ലിവിംഗ് ടുഗദർ എനിക്ക് താല്പര്യമില്ല. ഞങ്ങൾ തീരുമാനം എടുത്ത നിങ്ങളുടെ തീരുമാനം എന്താ? എന്റെ തീരുമാനം ലിവിംഗ് ടുഗദറോ? അല്ല പറ്റത്തില്ല ലിവിംഗ് ടുഗദർ. എലിയുടെ കൂടെ അല്ലേ അത് അവർ തമ്മിലുള്ള തീരുമാനമാണ്. നീ അനിയത്തിയുടെ എന്തായാലും കാണിക്കും. നമുക്ക് ലിവിംഗ് ടുഗദർ ഒന്നും പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയാം. ലിവിംഗ് ടുഗദർ രണ്ടെണ്ണത്തിനും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച എൻഗേജ്മെന്റ്. അല്ല ചന്ദ്ര വണ്ടി എടുക്ക പോകാം. അപ്പൊ ഞങ്ങള് മിണ്ടാൻ പാടില്ല. പിന്നെ ചന്ദ്ര ഞാനൊരു കാര്യം പറയാം. ഇന്നിത് നടന്നില്ലെങ്കിൽ ഇവിടെ കൊത്തുകളെ ഈ ഡാഡിയെ കുഴിച്ചു മൂടും. എല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങളങ്ങ് പോകും. പിന്നെ ഇത് നടക്കത്തില്ല. ഞാനെത്താ പോരെ
ചന്ദ്രു അണ്ണാ അണ്ണാ ആരും പിടിച്ചു വരണം ആരും പിടിച്ചു വരണം ആരും പിടിച്ചു വരണം അങ്ങനെ അച്ഛാ കാര്യം പറയട്ടെ അച്ഛാ കല്യാണം എനിക്കൊന്ന് കുറച്ച് സമാനത പ്ലീസ്. എനിക്ക് തലവേദന എടുക്കുന്നു. ഒരു നല്ല കാര്യത്തിന് വന്നിട്ട് ഇങ്ങനെ ആവണ്ട. അടുത്തോട്ട് വിളിക്കായിരുന്നാ മതി. ഇതുപോലെ ഒരു കച്ചറ കുടുംബത്തോട്ട് വന്ന് കേറി. സത്യം എന്തൊരു കച്ചറ ഡാഡി എല്ലാ കുടുംബത്തിലും നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും ഉണ്ട്. ഡാഡി ഞാൻ ഒരു കാര്യം പറയട്ടെ ഡാഡി. എന്റെ പൊന്ന് അച്ഛാ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഞാൻ ഇവരെ തങ്കം പോലെ നോക്കി നടത്തിയ പിള്ളേരാണ് എന്റെ മനസ്സിലായി. ഇതിന് അപ്പുറം ഇപ്പുറം നിൽക്കുന്നത്. അപ്പം എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല ഒരു പെണ്ണിനെ കെട്ടിക്കണമെന്നും ഒന്നും. പക്ഷെ ചന്ദ്രനെ ഒരു കുഞ്ഞായി ഒരു ഇങ്ങനെ നാട്ടുകാർ മൊത്തം പറയാൻ തുടങ്ങി, എടേ ഒരു കുഞ്ഞായില്ലേ അവനെ പിടിച്ച് കെട്ടിക്കടേന്ന് പറഞ്ഞ് എന്റെ കുറെ പേര് ഇങ്ങനെ പറഞ്ഞു മനസ്സിലായോ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് എന്നാ ഒരു കല്യാണം നടത്തിയേക്കാം. അങ്ങനെയാണ് നമ്മൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത്. വാസുവാണ് ഈ പെണ്ണുമ്പിളയാണെങ്കിൽ അവിടെ ആനയുണ്ട്, പശുവുണ്ട്, കാളയുണ്ട്, മാമയുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളെ ഒരുമാതിരി ഇങ്ങനൊക്കെ നമ്മളിതൊന്നും കണ്ടിട്ടില്ലാത്ത പോലെ ഡാഡി നമ്മുടെ അടുത്ത് കുറെ ഏക്കർ സ്ഥലമുണ്ട്. കാണാത്തായിട്ട് നമ്മൾ കാണാത്തായിട്ട് ആകെ പാടമുള്ളത് ഈ ലോകത്ത് നെത്തോലി എന്ന് പറഞ്ഞ മീൻ മാത്രം. കാരണം നമ്മൾ ഇവളുടെ കൂടെ കടലിൽ പോകാറില്ല അടിയിലൊന്നും. മനസ്സിലായോ? അപ്പം ഇതിന്റെ ഒരു ബേസിക് സാധനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ പോവും. കുട്ടിക്ക് റെഡിയാണോ? അലീനെ ഇങ്ങോട്ട് മുന്നിലോട്ട് വന്നേ. വിഷമയല്ലേ? എന്റെ ചോദ്യം ഇതാണ്. താണ്ടെ നെല്ലിപ്പലക പോലെ ഒരുത്തന്നാണോ വളർന്നോണം നിക്കുന്നത് നീല മുട്ടിയായിട്ട്? ഇത് അമ്പത്തൂരിന്റെ മോനാടെ ഇത്? ഡാഡി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോ തൊട്ട് നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ സ്ഥലത്തിന്റെയും ഈ ആനയുടെ ഒക്കെ കാര്യം പറഞ്ഞപ്പോ നമുക്ക് വിഷമായി. നമുക്കുണ്ട് അവിടെ 50 ഏക്കർ കടലും 2 ഏക്കർ ഗ്യാങ് ഹൗസും ഒക്കെ. ഞങ്ങൾക്കുണ്ട് ഇഷ്ടം പോലെ. ഞങ്ങൾക്കും ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കിതൊക്കെ പറഞ്ഞ് ഫ്ലെക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്കും ഉണ്ട് ഇതൊക്കെ. നമ്മളത്ര മോശം കുടുംബം അല്ല. ഇറ്റ്സ് ഓക്കെ ഡാഡി. നമുക്ക് ഇതിലൊരു തീരുമാനത്തിലെത്ത. ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് വന്നിട്ട് അടിയും വഴക്കുമായിട്ട് പിരിയുന്നത് എനിക്ക് താല്പര്യമില്ല. ഒട്ടും പറ്റത്തില്ല. നമുക്ക് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം. ചന്ദ്രമ്മനെ മോൻ എന്താണ് പറയാനുള്ളത്? മോന് കല്യാണം വേണ്ടേ? പറഞ്ഞോ എന്റെ മോളായിട്ട് ഞാൻ തിരിച്ചു പോകും. നിങ്ങളുടെ വീടായത് നമ്മളാ പോണ്ടേ? ഞാൻ എന്റെ സിറ്റിയിലോട്ട് തിരിച്ചു പോകും. അങ്ങനെ വേറെ കല്യാണം നടക്കൂടല്ലോ. മിക്സി മിണ്ടാരി അതിന്റെ ഇടയിൽ കൂടെ ഇവിടെ ചന്ദ്രമോനൊന്ന് വന്നേ, 5 മിനിറ്റ് മോനൊന്ന് വന്നേ. നിങ്ങളെന്തോ ഈ കല്യാണം എടാ ഞാനൊരു കാര്യം പറയട്ടെ. നിന്റെ അഭിപ്രായം ചോദിച്ചോ ആരെങ്കിലും? അഭിപ്രായം ചോദിച്ചു വരാൻ നടക്കുന്നത്. വാസു ഇങ്ങോട്ട് വന്നേ. സീരിയസ് ആയിട്ട് കാര്യം പറയാനുണ്ട്. എനിക്കത് ഭയങ്കര ഫീലായി. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ എന്തേലും കുറവ് വരുത്തിട്ടുണ്ടോ നിങ്ങൾക്ക്? പെണ്ണിന്റെ കുറവ് സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് സീരിയസ് ആയിട്ട് പെണ്ണിന്റെ കുറവല്ലാണ്ട് വേറെ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? ഒരു കുറവ് വരുത്തിയിട്ടില്ല. നിനക്കൊക്കെ ആവശ്യമുള്ള സമയത്ത് പൈസ, ആവശ്യമുള്ള സമയത്ത് തോക്ക് എല്ലാം തന്നിട്ടില്ലേ? ഇതുപോലൊരു ദുഷിച്ച കുടുംബത്തിൽ വന്നിട്ട് എന്നെ നാണം കെടുത്തിയപ്പോ നിനക്കൊക്കെ സമാധാനമായല്ലോ. ഇതുകൊണ്ടാണ് നിന്റെ അടുത്തൊക്കെ പറഞ്ഞത് ഇനി എഴുതി വെച്ചോ, ഇനി ഇതിനകത്ത് ഒരുത്തനും പെണ്ണും കിട്ടത്തില്ല, പെണ്ണിന്റെ പുറകെ നടക്കത്തുമില്ല, ഗ്യാങ്ങിന്റെ പുറത്തായിരിക്കും. നോക്കിക്കോ ഈ പെണ്ണെന്ന് പറയും. ഇതുകൊണ്ടാണ് ഞാൻ ഈ എലി എന്ന് പറയുന്ന ആ കടവുപാലുണ്ടല്ലോ അവളുടെ കണക്കത്തുള്ള ദുഷിപ്പുകൾ കാരണമാണ് ഞാൻ പെണ്ണുങ്ങളെ തന്നെ വെറുത്തു പോയത്. എന്തോ പറ്റി മോനെ, തലവേദനയാണോ നിനക്ക്? എനിക്ക് സംസാരിക്കാം. ജോക്കിയുടെ സന്തോഷത്തിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്ത എനിക്ക് ഇത് തന്നെ കിട്ടണമല്ലോ എന്റെ ദൈവമേ. ഞാൻ നിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടല്ല മോനെ, ഇതുപോലത്തെ ഉള്ള ഓരോരോ ഇത് കാരണമാണ് ഞാൻ ഈ ഇതൊന്നും സമ്മതിക്കാത്ത. മനസ്സിലായോ? ഇതിപ്പോ നമ്മൾ എന്തോ ചെയ്യണ്ടേ? നീ തന്നെ ഒരു ഡിസിഷൻ എടുക്കും. എനിക്ക് ഇതിനകത്ത് ഒന്നും പറയാനില്ല. കാരണം വെച്ചാൽ എനിക്ക് മടുത്ത് പറഞ്ഞു. നിന്റെ ഒരു അഭിപ്രായം എന്തോ?
ഞാൻ എന്റെ അഭിപ്രായം പറയട്ടെ ജോഗി. വെടി വെച്ചാൽ കൊല്ലാനാ. കടവാവലയിലില്ലേ അവളെ ഈ കടലിൽ തെള്ളിയിട്ട് നമുക്ക് വണ്ടി എടുത്ത് മാസമായിട്ട് പോവാം. അവക്കുണ്ടല്ലോ, അവക്ക് എന്താ കുഴപ്പമുണ്ടോ അവക്ക്? നിക്ക് ജോഗി, വേണ്ട, വാ ചോദിക്കാം. ചന്ദ്ര, നിനക്ക് കല്യാണം വേണ്ടല്ലോ? അവൻ ബോസ് അല്ലേ, അവൻ പോയി അവിടെ ഇരിക്കാൻ പോവാ. നമുക്ക് കടൽക്കാറ്റ് കൊണ്ടിരിക്കട്ടെ പട്ടി. എന്തോ പറഞ്ഞ എന്താ? ഞങ്ങൾ ഈ കല്യാണം വേണ്ട നോക്കണ. വണ്ടി ഇത്ര നേരം സിറ്റി കൊണ്ട് ഒരു മിനിറ്റ് ആരെയും കണ്ട അതേ പെണ്ണുമ്പിള്ള ഇനി കാമയുണ്ട്, ആനയുണ്ട്, ആമയുണ്ട്, പശു ഉണ്ടെന്നും പറഞ്ഞ് എന്നെയാണ് ഫോൺ വിളിച്ചോണ്ടല്ലോ വെട്ടി മൂടി. ഞാൻ മറ്റേ സിറ്റി കൊണ്ടിടും, മനസ്സിലായോ? എന്റെ സമയം കളയാൻ വേണ്ടിട്ട് വണ്ടി കയറണം, വണ്ടി കയറാം. എല്ലാവരും വന്നവരല്ല, എല്ലാവരും വണ്ടി കയറി. വണ്ടി എടുത്ത്, വണ്ടി എടുത്ത്, വണ്ടി എടുത്ത്. കല്യാണോ കളവാണോ? ഇല്ല, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ പ്രശ്നം ഉണ്ടാക്കില്ല. എല്ലാവരും വണ്ടി എടുത്ത്, വണ്ടി എടുത്ത്, വണ്ടി എടുത്ത് ഫ്രണ്ടിലോട്ട് ഇടും. വേണ്ട വേണ്ട വേണ്ട, ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. വാസുമോനെ അവനിപ്പോ കെട്ടാൻ താല്പര്യമില്ലെന്നാണ് അവൻ പറയുന്നത്. അവന്റെ സൈഡിൽ നിന്ന് അവന് മാത്രമല്ല അവർക്കും കെട്ടാൻ താല്പര്യമില്ലെന്ന്. ഞങ്ങൾ പിന്നെ എന്തിനാ കഷ്ടപ്പെട്ടെ? എന്റെ കല്യാണമാണോ? പറ ഡാഡി, പറ ഡാഡി, എന്റെ കല്യാണമാണോ ഡാഡി? മോനെ എലി എന്ന് പറഞ്ഞു ഞാനിവിടെ വളർത്തിയതാണ് എലി. അതാണ് ബന്ധം. ആയിക്കോട്ടെ, എന്റെ ചെറുക്കനെ വിഷമായി, മനസ്സിലായോ? ഇത് എനിക്കും വിഷമായി. ഇത് എന്താണിത്? ജോക്കി അവനെടുത്ത തീരുമാനമാണ് അവന് കല്യാണത്തിന് താല്പര്യമില്ലെന്ന്. ഞാൻ അവന്റെ അടുത്ത് തലങ്ങും വിലങ്ങും ചോദിച്ചു. കൈ വെക്കാൻ തുടങ്ങി. വണ്ടി കാണിച്ച് നിക്ക് ഇവിടെ. നാണം കെടുത്താൻ പെട്ടെന്ന് വല അടിയോ. ഞങ്ങൾ ഇറങ്ങുവാ അച്ഛാ. നീയൊക്കെ കഴിക്കു പോയി, നാണോ ഇല്ലാത്തനെ. ഒരു മിനിറ്റ് ഒന്ന് വരുമോ? ആ, വാസുമോന് ഡാഡിന്ന് വിളിക്കാം. കല്യാണം നടന്നില്ലെങ്കിൽ വാസുമോന്റെ ഡാഡിയായിട്ട് ഞാൻ ഇവിടെ കാണും. ഒരു സെക്കൻഡ്. ഹലോ, ഇപ്പൊ വരാം. താങ്ക് യു സോ മച്ച് ഡാഡി എന്ന് വിളിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. എപ്പോ കണ്ടാലും ഡാഡി ഡാഡി പോയിട്ട് വരാം. ഡാഡി പോയിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. ഇത് ഉന്നോട് മലേഷ്യയിൽ എന്ത് ലെവൽ ഓഫ് അബ്യൂസ്. മുടിഞ്ഞു പോവള് പെണ്ണ് ആണ് കെട്ടാതെ. അപമാനമായി പോലോടാ, അപമാനം. വിഷമമായോ? എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ഇൻസൾട്ടഡ് ആയിട്ടില്ല. സത്യം എനിക്ക് നിന്നെ ഇടിച്ച ഉപ്പുവെള്ളത്തിൽ പെണ്ണ് കെട്ടിക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ കോളനി കുടുംബം കോളനി കുടുംബം ഇവനെ അങ്ങനൊന്നും പറഞ്ഞാ പറയാ. ഇതുണ്ടല്ലോ, ഇത് എലി. അവനെ ഒന്ന് പിക്ക് ചെയ്യണം ആരെങ്കിലും. അവനെ ഒന്ന് പിക്ക് ചെയ്യടാ. ഞാൻ കാര്യം പറയട്ടെ, ഇത് ഇൻസൾട്ടഡ് ആയിട്ട് ഫീൽ ആയടാ. എന്നിട്ട് ആരുമായിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നേ? ഇങ്ങനെ ഇറക്കി വിട്ടാണ് നമ്മളായിട്ട് ഇറങ്ങി പോകുന്നത്. കല്യാണവും കളവാണോ കൊണ്ട് വന്നേക്കുന്ന ഓരോ തോന്മാര് ഇനി ജീവിതത്തിൽ നോക്കി എന്നെ കിട്ടത്തില്ല ഒരിക്കലും. ഞാൻ വിഷമായടാ മോനെ നിനക്ക്? ഞാൻ എന്നെ കിട്ടത്തില്ല ജോക്കി. പിന്നെ ജോക്കിക്ക് എന്തെങ്കിലും വിഷമായിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണമാണ് ജോക്കിക്ക് നടക്കണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഞാൻ സാക്രിഫൈസ് ചെയ്തെടുക്കാൻ റെഡിയാ. ഇതിന്റെ ക്ഷീണം ആദ്യം ഒന്ന് മാറട്ടാ. ഈ പെണ്ണിന്റെ വാ പറഞ്ഞാൽ തന്നെ എന്ത് പാടേ ഇത്? ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റും? എലീനെ മാറ്റിട്ട് പൂതനാന്നല്ലോ ആക്കണം അവളുടെ പേര്. സത്യം, അവളുടെ മോന്ത കാണുമ്പോഴേ അവളുടെ മനുഷ്യനോ ചെകുത്തേട് വരെ.
കാണത്തില്ലെന്ന് സത്യം ഒന്നും പോലുമില്ല. പുള്ളി സാധാരണ എന്തേലും പറയണതാ. ഇതങ്ങ് പോയെന്നേ, മൂടങ്ങ് പോയി. ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചെന്നറിയോ? സിറ്റി മൊത്തം അറിയുന്ന ഒരു കല്യാണം, ഒരു എൻഗേജ്മെന്റ്. ചൂക്കി ഞാൻ എത്രായിരം കോടിയുടെ ഫ്ലെക്സും പരിപാടിയൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അറിയോ? നീ വേറൊരു കാര്യം ശ്രദ്ധിച്ചു, സദ്ഗുരു അവസാനം പറഞ്ഞു വന്നത് 3500 കോടി രൂപയും 3 വീടുവാ. മനസ്സിലായോ? എടാ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ബാക്കിയുള്ള കുടുംബക്കാർ മൊത്തം മറ്റേ ഡ്യൂപ്പുകളാന്ന് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റ്. പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് കുടുംബം. അങ്ങനത്തെ ഒരു കുടുംബത്തിലോട്ട് എന്റെ ചെറുക്കനെ കെട്ടിച്ചോടാൻ എനിക്ക് സൗകര്യം. ഞാൻ വെളിയിലോട്ട് പോയപ്പോഴേ ഒരുത്തി എന്റെ മുന്നിൽ കൂടെ സംസാരിച്ചോണ്ട് പോവാണ്. ബർത്ത്ഡേ ആയിട്ടാണോ അഭിനയിക്കേണ്ട കല്യാണമായിട്ടാണോ അവർക്ക് അറിഞ്ഞൂടെ എന്തിനു വന്നയാണെന്ന്. മനസ്സിലായി? എനിക്ക് ഇപ്പോഴും അതൊക്കെ റിലേറ്റ് ചെയ്തത് എനിക്ക് അന്നേരം മനസ്സിലായില്ല. ഇവിടെ അറിയാം, ചിലപ്പോ മേ ബി ഈ എലിയില്ലേ ഇവിടെ പാർട്ട് ടൈം ആയിട്ട് അഭിനയിക്കാനും നടക്കുന്നുണ്ട്. സൺഡേ സാറ്റർഡേ സ്കൂളിൽ പോകണ്ടല്ലോ. ഇതെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റ് നോക്കി. ഇത് അത് തറവാടൊന്നും അല്ലത്. അത് തറവാടേ അല്ല. ഇവിടെ മിസ്റ്റർ എക്സിനെ വിളിച്ചിട്ടുണ്ടോ? മിസ്റ്റർ എക്സിനെ കാണാൻ പോണെന്ന് പറഞ്ഞത് നമ്മുടെ ബിസിനസ് എങ്ങനെ. ഞാൻ ഇതാണ് പറഞ്ഞത്, പെണ്ണും കോപ്പൊന്നും വേണ്ട, ബിസിനസ് ഫോക്കസ് ചെയ്യുന്ന. ഞാൻ കേക്ക് ഒന്ന് വിളിക്കട്ടെ ജോക്കി. ആ കേക്ക് ഒന്ന് വിളി. ആണ്ടെ എലി വിദ്യാലയം കേക്ക് ഇല്ല ജോക്കി, ഇന്ന് പോയി. ജോക്കി നമുക്ക് രണ്ടെണ്ണം അടിക്കാൻ പോയി. ജോക്കി നല്ലൊരു ഐഡിയാണ്. ജോക്കി വേണ്ട ജോക്കി. ജോക്കിയുടെ ആരോഗ്യം ഇപ്പം മോശമായിട്ടിരിക്കുക. ഇവനെ പോലത്തെ യുവമാർക്ക് വേണ്ടിട്ട് നമ്മൾ ആരോഗ്യം കളയണം. എന്തിനാണ്? വിഷമം വരുമ്പോ കുടിക്കാനാണോ വേണ്ടത്? ഒരു വാറായാലോ ആരെല്ലാം പറക്കിട്ടതല്ല അതാ. ഞാൻ പറഞ്ഞല്ലേ ഇതൊക്കെ ഇങ്ങനെ വരുമെന്ന് എനിക്ക് ആദ്യമേ അറിയാം. എനിക്ക് ഭയങ്കര അബ്യൂസ് ആയി പോയി. ഇത് നമുക്ക് ലെവൽ ഓഫ് അബ്യൂസ് ചെയ്യാൻ പോലും പറ്റണില്ല. ഇത്ര ഇൻസൾട്ടഡ് ആയിട്ട് ഒരു വീട്ടിൽ പോകേണ്ട വന്നിട്ടില്ല. ടിവിയേക്ക് എന്തൊക്കെ പ്രതീക്ഷയാണെന്നറിയോ? ഞാൻ പ്രതീക്ഷിച്ചത് ഒരു മിനിറ്റ് ജോക്കി. എന്റെ ആരും ചത്താടാ. അമ്മാക്കിட்ட ഫോൺ സ്പീക്കർ വേറെ പാണ്ടിപ്പടത്തിൽ പോയിട്ട് വന്ന ഫീൽ ഉണ്ട് നമുക്ക്. പെരിയപ്പയും താത്തയും മാമനാരും അർജുനരും എന്തുവാ ഇത്? സൂര്യത്തൂർ അലീന ഞാൻ പോവാണ്. ഹലോ അലീന, അടുത്തിരുന്ന് ആരൊക്കെ താങ്ക് യു സോ മച്ച് എന്നൊക്കെ ഒന്ന് മാറിക്കോ അലീന. അലീന ഞാൻ ഇവിടെ ഇരിക്കുവാ. അലീന ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു നാണക്കേട് ഇതുവരെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല അലീന. ഞങ്ങൾ എന്ത് പ്രതീക്ഷയോടെ അലീനെ ഇനി എന്റെ മുന്നിൽ കാണരുത് മോളെ. ഒരു രൂപം ഉണ്ടായിരുന്നു, ഇനി അത് ഉടഞ്ഞു. ഇനി കാണരുത്. അത് വീണുടഞ്ഞ അലീന. ഇനി എനിക്ക് ഓക്കെ അല്ലെങ്കിലോ? നമ്മളെ കണ്ടിട്ട് മായാവിയെ ലുട്ടാപ്പിയായിട്ട് തോന്നുന്നുണ്ട്. കുന്തോം പറഞ്ഞു ജോക്കി. എനിക്ക് ഓക്കെ അല്ലെങ്കിലോ? നമുക്ക് ഓക്കെ അല്ല. കല്യാണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എനിക്ക് ഓക്കെ അല്ലെങ്കിലോ? എന്റെ ചെറുക്കൻ ഓക്കെ അല്ലെങ്കിൽ എനിക്കും ഓക്കെ അല്ല. ഞങ്ങളെ എന്ത് പ്രതീക്ഷയോടെ അലീന അവിടെ വന്നതെന്നറിയാവോ? അതെ, ഈ മനുഷ്യനെ ഞാൻ കണ്ണ് നിറഞ്ഞ് കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ട്. ഇല്ല സോറി വേണ്ട. ഞാൻ ഇങ്ങനെയൊന്നും വരുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ എനിക്കൊരു താങ്ക് യു പറയണോ അലീനയുടെ അടുത്ത്? ഒരു 10 മിനിറ്റ് എങ്കിൽ 10 മിനിറ്റ് എനിക്ക് ഒരാളെ ഡാഡി എന്ന് വിളിക്കാൻ പറ്റി. എനിക്ക് ആ ഡാഡിയെ കണ്ടപ്പോ എന്റെ ഡാഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് ആ വീട്ടിലൊരു വഴക്കുണ്ടാക്കാതെ ഞാൻ ഇവിടെ വന്നത്. അതെ, ഒരു അച്ഛനകത്ത് സ്നേഹം 10 മിനിറ്റ് എങ്കിൽ 10 മിനിറ്റ് കിട്ടി. എനിക്കത് കിട്ടി അവിടെ. ഇനി ഞാൻ ഈ കാര്യം സംസാരിക്കാൻ അലീനെ വിളിക്കില്ല. ഇല്ല അലീന, ഞാൻ ഇപ്പോഴും പറയാ അലീനെ ഇല്ല. മനസ്സിലായോ? അലീനെ ആദ്യം നിന്റെ ചേച്ചിന്നും പറഞ്ഞിരിക്കുന്ന ആ കടവാവലിനെ പിടിച്ച് വീട്ടിൽ നിറക്കി വിട്. അവളില്ലായിരുന്നെങ്കിൽ തന്നെ നമ്മൾ കുറച്ചു നേരം കൂടെ നിന്ന് സോർട്ട് ഔട്ട് ആക്കിയേനെ. ആ പെണ്ണുമ്പിള്ള ഉണ്ടല്ലോ, അതൊരു സ്ത്രീയാണോ? അത് കുശുമ്പും പരദൂഷണവും പുന്നായ്മയും
ആടുണ്ട്, മാടുണ്ട്, കാടുണ്ട്, ആനയുണ്ട്, കുതിരയുണ്ട്. അവിടെ കണ്ടില്ലല്ലോ ഒരു പൂച്ച കുഞ്ഞെ പോലും. ഒറ്റ ദിവസം കൊണ്ട് എന്റെ ജീവിതത്തിൽ നിന്ന് എല്ലാരും പോയി. ആ കയ്യിരിപ്പുണ്ട്. ചന്ദ്രന്റെ സുഖമാണല്ലോ അല്ലേ, ഇത്രയും ചെയ്ത് വെച്ചിട്ട് സുഖമായിട്ടിരിക്കുന്നല്ലേ. ബ്ലെയിം ഗെയിം ഒന്നും ഇറക്കല്ലേ മോളെ, നമ്മള് കൊറേ കണ്ടിട്ടുള്ളവര്, മനസ്സിലായോ? അവര് മുണ്ട് കൊടുത്തോണ്ട് കടം. ആ ഒന്നും പറയാനില്ല ലീനെ, നീ ഒന്നും പറയാനില്ല. ശരിയെന്നാ, ഒന്നും പറയാനില്ല. ബൈ, ടേക്ക് കെയർ. Bye. Miss you. ഡാഡിയെ നന്നായിട്ട് നോക്കണേ. നോക്കാം. ഐ ലവ് യു ഡാഡി. ആദ്യം അച്ഛൻ്റെ അടുത്ത് ഐലവ് കയറുന്ന നീ പെണ്ണുമ്പോൾ ഇങ്ങനെ സൗണ്ട് ഇടുന്നേ. ആ ചന്ദ്ര വന്ന് കേറ. മേലെ വിളിച്ചു എന്റെ ഫോണിൽ വിളിച്ചു കൈയും പൊക്കി നടക്കുന്ന ചേട്ടന്മാരുടെ കൈവച്ചല്ലോ എന്നെ. ചേട്ടന്മാര് കൈവച്ചു